മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്കൂ. പലരും ചോദിച്ചു എന്തുകൊണ്ടാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയിലേക്ക് വരുന്നത് എന്ന്. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് 200 കൊല്ലത്തെ ബ്രിട്ടീഷിന്റെ ഭരണം കഴിഞ്ഞിട്ടാണ്. സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യയുടെ വിദ്യാഭ്യാസത്തിന്റെ ശതമാനം 12% ശതമാനമാണ്. ലിറ്ററസി 12%. മനുഷ്യന്റെ ശരാശരി ആയുസ്, ഇന്ത്യക്കാരൻ്റെ ആയുസ് 35 വയസ്സാണ്. കമ്മ്യൂണിക്കേഷന് യാതൊരുവിധ മാർഗങ്ങളുമില്ല. റേഡിയോ പോലും ഒരു ഗ്രാമങ്ങളിലില്ല. ഭാഷയില്ല, വിദ്യാഭ്യാസമില്ല. മലേറിയയും കോളറയും പോലെയുള്ള വലിയ വലിയ അസുഖങ്ങൾ പിടിച്ചിരിക്കുന്നു. ആ സമയത്ത് ഇന്ത്യയുടെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ലക്ഷ്യം റോഡുകളോ പാലങ്ങളോ ഒന്നും ആയിരുന്നില്ല. ഇന്ത്യ അത്ര വാഹനങ്ങളുമില്ല. ഇന്ത്യയെ നിവർത്തി നിർത്തുക, നേരെ നിൽക്കുക, നട്ടൽ നിവർത്തി നിൽക്കാൻ പഠിപ്പിക്കുക എന്നുള്ളായിരുന്നു. അങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്ത് 10-50 വർഷം കൊണ്ട് ഇന്ത്യയെ ഹരിത വിപ്ലവത്തിലൂടെയും വ്യാവസായിക വിപ്ലവത്തിലൂടെയും പഞ്ചവത്സര പദ്ധതികളിലൂടെയും നിവർത്തിയ ഒരു പ്രസ്ഥാനം. അങ്ങനെ നിൽക്കാൻ പഠിച്ചപ്പോഴാണ് BJP അധികാരത്തിലെത്തുന്നത്. BJPക്ക് അധികാരത്തിലെത്തുമ്പോൾ കയ്യിൽ മൊബൈൽ ഫോണുമായിട്ടുള്ള ഇന്ത്യക്കാരെയാണ് കിട്ടിയിട്ടുള്ളത്. 200 വർഷം ബ്രിട്ടീഷ് ഭരിച്ച ഇന്ത്യ കോൺഗ്രസിനും 54 വർഷം കോൺഗ്രസ് ഭരിച്ച ഇന്ത്യ BJPക്കും കിട്ടിയതുകൊണ്ടാണ് ഇപ്പോൾ ഈ 10 കൊല്ലത്തിന് മുമ്പ് എന്താണ് ഇവരുണ്ടാക്കിയതെന്നുള്ള ഒരു ചോദ്യം എപ്പോഴും കാണാൻ സാധിക്കുന്നത്. ഈ രാഷ്ട്രീയത്തിൽ അങ്ങനെ പുതിയ ചരിത്ര നിർമ്മാണങ്ങളിലൂടെ അപഖ്യാതി പറഞ്ഞു വരുത്തുന്നതിലൂടെ കോൺഗ്രസ് എന്ന് പറയുന്ന UDF എന്ന് പറയുന്ന ഈ ഒരു പ്രസ്ഥാനം പാർശ്വവൽക്കരിക്കപ്പെടുന്നു എന്ന് തോന്നുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നവരോടൊപ്പം നിൽക്കുന്നതാണ് ഏറ്റവും നല്ല രാഷ്ട്രീയമെന്ന ബോധ്യമുള്ള എനിക്ക് ഒരു പൗരനെന്ന നിലയിൽ എൻ്റെ പൗരബോധത്തിൻ്റെ ഭാഗമായി ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഏറ്റവും അനിവാര്യമായ ഒരു പൗരൻ്റെ കടമ ചെയ്തുകൊണ്ടാണ് ഇത്തവണ കേരളത്തിലെ ഓരോ ജനങ്ങളും നമ്മുടെ പാർട്ടിയെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന നമ്മളോടൊപ്പം ചേർന്ന് നിന്നതും നമ്മളിന്ന് മുഖ്യധാരയിലേക്ക് ഏറ്റവും സജീവമായി തിരിച്ചു വന്നിട്ടുള്ളതും അവരോടും നന്ദി പറയാൻ. നിങ്ങൾ കേട്ടില്ലേ? യഥാർത്ഥത്തിൽ രമേശ് പിഷാരടി കോൺഗ്രസിനെ വെളുപ്പിച്ചു, കോൺഗ്രസിനെ ഒന്ന് മിനുക്കിയെടുക്കാനാണ് സഭയിൽ ഈ പ്രസംഗം നടത്തിയത്. ഇത് കേട്ടാൽ തന്നെ വിവേകമുള്ള മലയാളികൾ കോൺഗ്രസിനെ പുച്ഛിച്ച് തള്ളില്ലേ? യഥാർത്ഥത്തിൽ രമേശ് പിഷാരടി പറഞ്ഞത് BJPക്കുള്ളൊരു കയ്യടിയല്ലേ? ഞാൻ ലളിതമായിട്ടൊന്ന് വിശദീകരിക്കാം. രമേശ് പിഷാരടി പറയുന്നു, കോൺഗ്രസ് സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ 10-65 വർഷക്കാലം കോൺഗ്രസിന് റോഡുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. ആ സമയത്ത് മരണനിരക്ക് അങ്ങനെയായിരുന്നു, വിദ്യാഭ്യാസ നിരക്ക് ഇങ്ങനെയായിരുന്നു എന്നൊക്കെയാണ് എടുത്തു പറയുന്നത്. എന്നാൽ അതിനുശേഷം വരുന്ന 10 വർഷം കൊണ്ട് നരേന്ദ്രമോദി റോഡും പാലവും ഒക്കെ ഉണ്ടാക്കി എന്നുള്ളതും പിഷാരടി തന്നെ സമ്മതിക്കുന്നു. നമ്മൾ ആരുമല്ല. 10 വർഷം കൊണ്ട് ഉണ്ടാക്കിയത് എന്തേ 10-60 വർഷക്കാലമായിട്ടും ഉണ്ടാക്കാൻ കോൺഗ്രസിനെ കൊണ്ട് സാധിച്ചില്ല എന്ന ചോദ്യത്തിനുള്ളൊരു ഉത്തരം കൂടിയാ ഈ വിളിച്ചു പറഞ്ഞിട്ടുള്ളത് രമേശ് പിഷാരടി. യജാതി മണ്ടത്തരായി പറഞ്ഞിട്ടുള്ളത്. ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്ത് ഒരുപാട് രാജ്യങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. എന്തിനേറെ പറയുന്നു, ചൈന പോലും ആ കാലഘട്ടത്തിൽ തന്നെയാണ് സ്വാതന്ത്ര്യമൊക്കെ നേടിയിട്ടുള്ളത്. ആ കാലത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്നതും ഈ ചൈനയിൽ തന്നെയായിരുന്നു. നമ്മുടെ രാജ്യം ഭരിക്കുന്നവർ ജനസംഖ്യ കൂടുതലായതുകൊണ്ടാണോ ഇത്ര പ്രശ്നം എന്നാ പറഞ്ഞത്. ഇപ്പൊ അത് കോൺഗ്രസിന്റെ ഒരു നേതാവും പറയുന്നില്ല. കാരണം എന്താ? നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ സമയത്ത് ആ ജനസംഖ്യയെ മുതൽ കൂട്ടാക്കിയിട്ട് ലോകം മൊത്തം വ്യാപാരം വർദ്ധിപ്പിച്ചു. ഏറ്റവും വലിയ വിപണി ഈ രാജ്യമാണെന്നുള്ള സന്ദേശം നരേന്ദ്രമോദി ഉയർത്തിപ്പിടിച്ച സമയത്താണ് കോൺഗ്രസ്സുകാർ പോലും തലയിൽ കൈവച്ച അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ എന്ന് പോലും ചിന്തിച്ചത്. നമ്മൾ പ്രത്യേകം ഓർക്കണം. ആ കാലഘട്ടത്തിൽ 1947 നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് സ്വാതന്ത്ര്യം കിട്ടിയ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ചൈന ഉൾപ്പെടെ. അവിടെയൊക്കെ എങ്ങനെയായിരുന്നു കഴിഞ്ഞ 10, അതായത് കോൺഗ്രസ് ഭരിച്ച 65 വർഷം, 65 വർഷക്കാലം അവരുടെ രാജ്യത്തെ ഉയർത്തിയത്? നമ്മുടെ രാജ്യം എങ്ങനെ പിറകോട്ട് പോയി? നമ്മൾ ഇന്നത്തേത് വെച്ചത് ചൈനയൊന്നും തുലനം ചെയ്യേണ്ട. നമ്മൾ ചൈനയെയും മറികടന്ന് മുന്നോട്ട് കുതിക്കുന്ന തരത്തിലാണ് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതി. അത് നരേന്ദ്രമോദിയുടെ മികവാണ്. നമ്മൾ എടുത്തു പറയുന്നു, കോൺഗ്രസ് ഭരിച്ച 10-65 വർഷക്കാലം ചൈനയും ഇന്ത്യയും എങ്ങനെയായിരുന്നു? നമ്മുടെ രാജ്യം എത്ര പിറകിലായിരുന്നു? ആ കാലത്ത് തന്നെയല്ലേ ഇതേപോലെ തന്നെ ഈ പറയുന്ന മരണനിരക്കും വിദ്യാഭ്യാസ നിരക്കില്ല സകലത്തും എങ്ങനെയാണോ സ്വാതന്ത്ര്യം കിട്ടിയത് നമ്മുടെ രാജ്യത്തിനൊക്കെ കിട്ടിയത്, അതേപോലെ തന്നെയാ മറ്റു രാജ്യങ്ങൾക്കൊക്കെ കിട്ടിയത്. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് ദീർഘവീക്ഷണം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അഠാപടലം 10-65 വർഷക്കാലം തകർന്നു എന്നുള്ളത് യാഥാർത്ഥ്യം. പിന്നെ 2 ലക്ഷത്തോളം കോടി രൂപയുടെ 2G സ്പെക്ട്രം തട്ടിപ്പ് കേസ് പോലും ഇവർ ഭരിക്കുന്ന കാലത്തുണ്ടായിട്ട്, അതായത് 2 ലക്ഷത്തോളം കോടിയുടെ തട്ടിപ്പ് കോൺഗ്രസ് നടത്തിയിട്ടുണ്ട്. അപ്പൊ പണമില്ലാഞ്ഞിട്ടല്ല, അത് കട്ടും. അതായത്
കോൺഗ്രസ് ഭരിച്ച 10-65 വർഷക്കാലം കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ കുടുംബത്തെ മാത്രം വളർത്തി. നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്ന സമയത്ത് രാജ്യത്തെ വളർത്തി. അതാണ് ഈ 10 വർഷം കൊണ്ട് നമ്മൾ കാണുന്ന മികവ് എന്ന് പറയുന്നത്. രമേശ് പിഷാരടിയോട് പറയാനുള്ളത്, ഇജാതിയൊക്കെ വെളുപ്പിക്കൽ നടത്തി സ്വന്തം മണ്ടയ്ക്ക് തന്നെ കൊട്ട് വാങ്ങണോ? നിങ്ങൾ പറഞ്ഞല്ലോ 2014 മൊബൈൽ ഫോണുള്ള ഇന്ത്യയാണ് ഈ പറയുന്ന BJPക്ക് കിട്ടിയത്, നരേന്ദ്രമോദി സർക്കാരിന് കിട്ടിയത് എന്ന്. മൊബൈൽ ഫോൺ ഒന്ന് വന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന് ഒരു റോള് പോലില്ല. എന്നാൽ അതിനുശേഷം നമ്മുടെ രാജ്യത്ത് വ്യാപകമായിട്ട് ഇന്റർനെറ്റ് സൗകര്യം ഉണ്ടാക്കിയതിനുൾപ്പെടെ ഇന്നും ലോകത്ത് തുച്ഛമായ പണത്തിന് ഇന്റർനെറ്റ് ലഭിക്കുന്നത് നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാ. നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിലാണ് UPI പേയ്മെന്റ് എത്ര എളുപ്പത്തിൽ നടത്താൻ സാധിക്കുമോ? ഇതിലൊന്നും കോൺഗ്രസ് ഒരു ചുക്കും ചെയ്തിട്ടില്ല. 2014 നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്തെ ഈ രാജ്യത്ത് ബഹുഭൂരിപക്ഷം ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടിലായിരുന്നു. അതുപോലും ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് നരേന്ദ്രമോദി പ്രഖ്യാപിച്ച സമയത്ത് ആ സമയത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ സഭയിൽ കളിയാക്കിയതല്ലായിരുന്നു. 2014 കാലത്ത് പോലും 2014 ശേഷവും പച്ചക്കറിക്കടയിൽ UPIയോ, തട്ടുകടയിൽ എവിടുന്ന് വൈഫൈ, എവിടുന്ന് കറണ്ട്, എവിടുന്ന് ഇന്റർനെറ്റ്, എന്തൊക്കെയായിരുന്നു ചോദിച്ചത്. നമ്മൾ കേട്ടതല്ല അതൊക്കെ തന്നെ. അവരൊക്കെ ഇപ്പൊ എന്തു പറയുന്നു? ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി നമ്മുടെ രാജ്യം ഭരിച്ചു, അതുകൊണ്ട് ഈ 10 വർഷം കൊണ്ട് പിഷാരടിക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. രാജ്യത്ത് ഒരുപാട് റോഡുകൾ ഏത് തരത്തിൽ? കോൺഗ്രസ് 10-65 വർഷക്കാലം ഭരിച്ചതിനേക്കാൾ അധികം റോഡുകൾ, കോൺഗ്രസ് 10-65 വർഷക്കാലം ഭരിച്ചതിനേക്കാൾ അധികം എയിംസ്, ഹോസ്പിറ്റല്, എല്ലാ മേഖലയും, എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷന്, സകലതും നമുക്കറിയാവുന്നതല്ലേ. നമ്മുടെ രാജ്യത്തെ റെയിൽവേ ട്രാക്കുകളെ ഏത് തരത്തിലായിരുന്നു കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്? വിദേശ രാജ്യങ്ങളിൽ ഒരേപോലെ നമ്മുടെ രാജ്യത്തിനെതിരെ സഞ്ചരിക്കുന്ന ടോയ്ലറ്റാണ് ട്രെയിൻ എന്ന് റെയിൽവേ ഈ പറയുന്ന ട്രെയിനിനെതിരെ വിദേശികൾ പറഞ്ഞു. അതേ വിദേശികളെ കൊണ്ട് അത് മാറ്റിപ്പറിപ്പിച്ചു ലോക നിലവാരം അവരുടെ രാജ്യത്തുള്ളതിനേക്കാൾ അപ്പുറം മികവുറ്റ ട്രെയിനുകൾ വന്ദേ ഭാരത് ഉൾപ്പെടെ രാജ്യത്തോടുക. ഇന്ന് റെയിൽവേ ട്രാക്കിൽ മനുഷ്യ വിസർജ്യം വീയൂല. അതിനൊക്കെ സംവിധാനം ഉണ്ടാക്കിയത് ഇക്കഴിഞ്ഞ 10 വർഷം കൊണ്ടല്ലേ. കോൺഗ്രസ് കാട്ടമുടിച്ചതുകൊണ്ടാണ്. പണം 2 ലക്ഷത്തോളം കോടി രൂപ പോലും തട്ടിപ്പ് നടത്തിയിട്ട് ഇതൊക്കെ ചെറുതാ. ഒരുപാട് തട്ടിപ്പ് പണം കാട്ട് ഓടിച്ചിട്ടുണ്ട്. എന്നിട്ട് എങ്ങനെയാ രമേശ് പിഷാരടിക്കൊക്കെ മൊബൈൽ ഫോണുമായിട്ട് കോൺഗ്രസിന് എന്തെങ്കിലും റോളുണ്ടോ? ഒരു റോളില്ല. എന്നാൽ രാജ്യത്ത് വ്യാപകമായിട്ട് ഇന്റർനെറ്റ് ലഭിച്ചതിൽ, UPI ഇടപാട് നടത്തിയതിൽ, രാജ്യത്തെ എയർപോർട്ടുകൾ, രാജ്യത്തെ റെയിൽവേ സ്റ്റേഷനുകൾ, അങ്ങനെ റോഡുകൾ, ഏതു മേഖല തുടങ്ങി യൂണിവേഴ്സിറ്റികൾ, രാജ്യത്തെ 10-65 വർഷക്കാലത്ത് കോൺഗ്രസ് ഉണ്ടാക്കിയതിനേക്കാൾ അധികം യൂണിവേഴ്സിറ്റികൾ, അങ്ങനെ ഏതു മേഖല എടുത്തു നോക്കിയാലും ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് രാജ്യം വലിയ പുരോഗതിയിലേക്ക് എത്തി. എന്നാൽ 60-ലധികം വർഷം രാജ്യം ഭരിച്ച കോൺഗ്രസിന് ഒരു ചുക്കും ചുണ്ണാമ്പും ഇവിടെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്ന് പച്ചക്ക് പറയേണ്ടി വരും. കാരണം ആ കാലത്തൊക്കെ സ്വാതന്ത്ര്യം കിട്ടിയ മറ്റു പല രാജ്യങ്ങളും വലിയ രീതിയിൽ മുന്നോട്ട് കുതിച്ചു. അവരോട് കിടപിടിക്കാനും അവരെ മറികടക്കാനും നമ്മുടെ രാജ്യം ഇന്ന് ശക്തിയായി വളർന്നത് നരേന്ദ്രമോദി സർക്കാർ ഈ കഴിഞ്ഞ 10 വർഷത്തിലധികമായിട്ട് രാജ്യം ഭരിക്കുന്നത് കൊണ്ടാണ്. ഏതായാലും കോൺഗ്രസിന്റെ ഒരു MLA തന്നെ പച്ചക്ക് BJPക്ക് കൈയടിച്ചതാണ് നമ്മൾ ഈ കേട്ടിട്ടുള്ളത്.